അലീനയെ കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാതിരിക്കുവാനുള്ള ശിവന്റെയും ഗംഗാധരന്റെയും മനുവിൻ്റെയും അവസാന ശ്രമങ്ങൾ. മഴ തോരും മുമ്പ് എന്ന ജനപ്രിയ സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ അലീനയെ പറഞ്ഞയക്കാതിരിക്കുവാനുള്ള ഗംഗാധരന്റെയും ശിവന്റെയും മനുവിൻ്റെയും അവസാന ശ്രമത്തിൻ്റെ ഫലമായി ബാലചന്ദ്രൻ്റെ മുൻപിൽ ചില സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നതാണ് വരും ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഗംഗാധരൻ വരുമ്പോൾ തന്നെ അലീന സ്നേഹത്തോടു കൂടി അവരെ സ്വീകരിക്കുന്നു. ഈ സമയത്ത് ഗംഗാധരൻ ഒരു കാര്യം ചോദിക്കുകയാണ്. മോളെ, നീ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? നീ അങ്ങനെ തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കൊന്നും പറയുവാനില്ല. ഞാൻ എന്താണ് പറയുന്നത്? ഇത്രയും ചോദിച്ച് ഒരു കാര്യം ചെയ്യും, ഞാൻ ബാലചന്ദ്രനെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ശിവനും ഗംഗാധരനും മനുവും അകത്തേക്ക് പോകുന്നു. ഗംഗാധരൻ്റെ ആ ചോദ്യത്തിൻ്റെ പകപ്പോടുകൂടി നിൽക്കുന്ന അലീന അല്പസമയം ആ വരാന്തയിൽ തന്നെ അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് വേഗത്തിൽ ഞെട്ടലോടുകൂടി അകത്തേക്ക് അലീന അവരുടെ പുറകെ പോവുകയാണ്. ഈ സമയം മനുവിനെ ഒഴിവാക്കി ഗംഗാധരനും ശിവനും നേരെ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. ബാലചന്ദ്രൻ മുറിയിൽ വളരെ ധൃതി പിടിച്ച അല്ലെങ്കിൽ തിരക്കുവിട്ട ജോലിയിലാണ്. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നടക്കുന്ന ബാലചന്ദ്രൻ വേഗത്തിൽ അകത്തേക്ക് ചെന്ന് ഗംഗാധരൻ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്. ബാലചന്ദ്ര, എന്താണ്, തിരക്കാണോ എന്ന് ചോദിക്കുന്നു. ഒരു ഞെട്ടലോടുകൂടി ബാലചന്ദ്രൻ തിരിഞ്ഞു നോക്കുന്നത് ശിവനെയും ഗംഗാധരൻ്റെയും മുൻപിലേക്കാണ്. ഗംഗാധരനെ എപ്പോൾ വന്ന് എന്ന് ബാലചന്ദ്രൻ്റെ മറുചോദ്യം. ഞാൻ രാവിലെ വന്നു. നിനക്കെന്തുണ്ട് വിശേഷം? യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് ചോദിക്കുന്നു. ബാലചന്ദ്രൻ അതിന് ഒരു ഉത്തരമായിട്ട് പറയുന്നു, സുഖമായിരുന്നു ഗംഗാധരൻ എന്താണ് ഇത്രയും ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ വെറുതെ വന്നതാണ്. ഈ വന്ന സ്ഥിതിക്ക് അമ്മയും വൈജിയും നിന്നെ ഒന്ന് കണ്ടിട്ട് പോയേക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. പിന്നെ എന്തുണ്ട് വിശേഷം? അലീന ഈ വീട് വിട്ടു പോവുകയാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ചും നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ചെറിയ പുഞ്ചിരിയോടുകൂടി ബാലചന്ദ്രൻ പറയുന്നു, അത് ഞാൻ നിർബന്ധിച്ച് വിടുന്നതൊന്നുമല്ല. അവർക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കണം, മറ്റൊരു സ്ഥലത്തേക്ക് മാറണം എന്നൊരു തോന്നലുണ്ടായി. അതിന് പ്രകാരം ഞാൻ നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. എത്രത്തോളം അത് വിജയിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഗംഗാധരൻ്റെ മനസ്സിലായി അത് വേറെ എങ്ങോട്ടുമല്ല, അലീനയുടെ സ്വന്തം അച്ഛനെ ബാലചന്ദ്രൻ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള നീക്കങ്ങളാണ് എന്ന് മനസ്സിലായി. എന്നാൽ ബാലചന്ദ്രനോട് അത് തുറന്നു ചോദിക്കുവാനുള്ള വലിയൊരു ഭയം ഗംഗാധരനും ശിവനുമുണ്ട്. എങ്ങോട്ടാണ് അലീനയെ മാറ്റി, ഏത് സ്ഥലത്തേക്കാണ് എന്ന് ചോദിക്കുന്നു. ഇതിൻ്റെ ചോദ്യത്തിന് ബാലചന്ദ്രൻ ഉത്തരമൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അതിനുശേഷം പറയുന്നു, എന്താണ് ഗംഗാധരൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ഈ ചോദ്യത്തിന് ചോദിച്ചപ്പോൾ ചോദിക്കുകയാണ്, വെറുതെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, അവളുടെ കാര്യത്തിൽ നമുക്കെല്ലാം ഉത്തരവാദിത്തമുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയും. എന്തായാലും ഞാൻ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവളെ സുരക്ഷിതമാകുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിക്കും എന്ന് പറയുന്നു. ഈ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട്, ഏകദേശ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നീ എങ്ങോട്ടാണ് അലീനയെ മാറ്റി താമസിക്കുവാൻ തീരുമാനിച്ചതെന്നും ഞങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയില്ലേ? ശരിയാണ്, ഞാൻ അവളെ വേറെ എങ്ങോട്ടും അന്യൻ്റെ വീട്ടിലേക്കൊന്നുമല്ല പറഞ്ഞയക്കുന്നത്, അവളുടെ സ്വന്തം അച്ഛനായ സ്റ്റാലിൻ ജോസഫിൻ്റെ അടുക്കിലേക്കാണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നു, ഇത് പ്രാവർത്തികമാകുന്ന കാര്യമാണോ ബാലേന്ദ്ര എന്ന് ചോദിക്കുന്നു. ആകാതിരിക്കുവാൻ വഴിയില്ലല്ലോ, സ്വന്തം അച്ഛനല്ലേ. സ്വന്തം മോളുടെ കാര്യം അറിഞ്ഞപ്പോൾ ആ ഒരു ഞെട്ടലിലൂടെ ഞാൻ മനസ്സിലാക്കി സ്വന്തം മോളെ കാണാൻ അദ്ദേഹത്തിനും ആഗ്രഹമുണ്ടാണ് എന്ന്. ഒരു പക്ഷെങ്കിൽ ഗംഗാധരൻ പറയും, ഒരു പക്ഷേ സ്വന്തം മോളും അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യതയായും തോന്നി അദ്ദേഹം സ്വീകരിക്കാതിരുന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അവളെ സ്വന്തം അപ്പനായ സ്റ്റാലിൻ ജോസഫ് സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ മോളെപ്പോലെ തന്നെ ഇവിടെ നോക്കും, ഇവിടെ വളർത്തും എന്ന് പറയുന്നു. അപ്പോഴും മറുചോദ്യമായി ഗംഗാധരൻ പറയാണ്, അതിന് വൈജ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. വൈജയുടെ സമ്മതം ആർക്ക് വേണം? വൈജയുടെ സമ്മതത്തോടു കൂടിയാണോ ഇപ്പോൾ ഞാൻ അവളെ സ്വന്തം മോളെ പോലെ കാണുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗംഗാധരൻ പറയാണ്, ഈ പ്രശ്നം വലിയ ഗുരുതരമാകുന്ന ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് എത്തും ബാലേന്ദ്ര എന്ന് പറയുന്നു. അപ്പോൾ ബാലചന്ദ്രൻ പറയാം, എന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായി ഒരു കാര്യം ഞാൻ ചെയ്യാം, അത് മാത്രമേ വേറെ മാർഗമുള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ഗംഗാധരനും ശിവനും എന്തോ വലിയൊരു പ്രതീക്ഷ തോന്നുകയാണ്. എന്തോ ഒരു സമവായത്തിൽ എത്തിയ ബാലചന്ദ്രനാണോ എന്ന് പോലും തോന്നുകയാണ്. അപ്പോൾ എന്താണ് ബാലചന്ദ്ര എന്ന് ചോദിച്ചപ്പോൾ അല്പമൊന്ന് ആലോചിച്ചിട്ട് ബാലചന്ദ്രൻ പറയാണ്, ഞാൻ വൈജിയെ കണ്ട് സത്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞാലോ
ഇത് കേട്ടതേ ഗംഗാധരനും ശിവനും ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയാണ്, ഞാൻ പറയാം, നിന്റെ സ്വന്തം മോളാണ് 22 വർഷത്തിന് മുമ്പ് നീ പെറ്റിട്ട് ഉപേക്ഷിച്ച നിന്റെ മോളാണ് ഈ നിൽക്കുന്ന അലീന എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സ് മാറില്ലേ? അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ചിന്തിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഗംഗാധരനും ശിവനും മനസ്സിലായി ഇതൊരു കളിയാക്കിയൊരു ചോദ്യമാണല്ലോ, അല്ലെങ്കിൽ പരിഹസിച്ചതാണല്ലോ എന്ന് ചിന്തിച്ച്. അപ്പോൾ ഗംഗാധരൻ പറയും, നീ എന്നെ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കും. പരിഹാസമല്ല, ഇതേ ഉള്ളൂ അതിന് പരിഹാരം. അലീനയുടെ സ്വന്തം അച്ഛനായ സാനി ജോസഫ് അലീനയെ സ്വീകരിച്ചില്ലെങ്കിൽ അലീനയെ ഞാൻ ഇവിടെ വളർത്തേണ്ടി വരും. അങ്ങനെ വന്നാൽ വൈജയ് എന്നോട് പടപെട്ടുവാൻ തീരുമാനിക്കും. അവൾ ഡിവോഴ്സിന് വരെ പോകും. അതിനു മുമ്പ് സത്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞാലോ എന്ന് പോലും ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗാധരൻ പറയാണ്, അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്ന് പറയുന്നു. ഈ സമയത്ത് മറുഭാഗം അലീനയും മനുവും കൃഷ്ണമോളും താഴത്തെ മുറിയിൽ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. അലീന വേഗത്തിൽ ചെന്ന് മനുവിന് ചായ ഇട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് അലീനയോട് പറയുകയാണ്, അലീനെ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോകാൻ എനിക്ക് സമ്മതമുണ്ടായിട്ടല്ല മനുവേട്ട, പക്ഷെങ്കിൽ അച്ഛൻ എനിക്ക് നല്ലൊരു സ്ഥലം കണ്ടെത്തിയെന്നാണ് പറഞ്ഞത്. എനിക്ക് അങ്ങോട്ട് പോകാതിരിക്കുവാൻ കഴിയത്തില്ല. അച്ഛനല്ലേ എന്നെ കൊണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കതിൽ യാതൊരു പേടിയുമില്ല. എന്തായാലും ഞാനിവിടുന്ന് പോകണം. അപ്പോൾ പിന്നെ നേരത്തെ അച്ഛൻ തന്നെ കൊണ്ടുവിടുവാങ്കിൽ അത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനുവിൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, അലീന പോവില്ല എന്നൊരു പ്രതീക്ഷ. പക്ഷെങ്കിൽ അലീനയുടെ തീരുമാനം അടിയുറച്ചതാണ് എന്ന് മനസ്സിലാക്കി. അലീനയോട് തൻ്റെ അച്ഛനായ ശിവനോടും ഗംഗാധരനോടും ഒപ്പം വന്നപ്പോഴും മനുവിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും അലീനയെ ഒരു മയപ്പെടുത്തി ഇവിടെ തന്നെ പിടിച്ചു നിർത്തുക. അതൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ അസ്തമിക്കുന്നൊരു ഭാഗത്ത് മനു ആ ചായ ക്ലാസ്സുമായി അവിടെ ഇരുന്നതിന് ശേഷം പറയുകയാണ്, എന്തായാലും ഞാനിപ്പോൾ പാതി വഴിയിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി ഒറ്റപ്പെട്ടവനായി പോയല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടാകുകയാണ് എന്ന് പറയാം. ഇതിനിടയ്ക്ക് പെട്ടെന്ന് മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടൻ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോഴും എന്തെങ്കിലും സങ്കടമുണ്ടാകുമ്പം മനുവേട്ടൻ വരും, ചോദിക്കും, എന്നെ ആശ്വസിപ്പിക്കുന്നതൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇനി എത്ര കാലം അതുണ്ടാകുമെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് മനു പറയുന്നത്, ഞാനും വലിയ സങ്കടത്തിലാണ്. എനിക്കെന്തൊക്കെയോ നേടിയതുപോലെ എന്തൊക്കെയോ ആശ്വാസം ആയിരുന്നു അലീന നീ, പക്ഷേങ്കിൽ നീ പോകുമ്പോൾ എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോയതുപോലത്തെ ഒരു തോന്നലുണ്ടാകുകയാണ് എന്ന് പറയുമ്പോൾ മനുവിൻ്റെ ആ വാക്കുകൾ ഇടറുന്നതും സങ്കടം മുഖത്ത് പ്രകടമാക്കുകയും ചെയ്യുന്നത് അലീന കാണുകയും അത് കേട്ടപ്പോൾ തന്നെ അലീന ചങ്ക് തകർന്ന് നിൽക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡുണ്ട്. വീണ്ടും എല്ലാ ദിവസവും വിശേഷങ്ങളുമായിട്ട് എത്തുന്നുണ്ട്. വീണ്ടും അടുത്ത ദിവസത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.